പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കുന്നംകുളത്തു നിന്ന് ഒരു 6 കിലോമീറ്റർ നമ്മൾ കോഴിക്കോട്ട് റൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇടതുവശം തിരിഞ്ഞ് പഴഞ്ഞിയിലേക്കൊരു റോഡുണ്ട്. അപ്പോൾ പഴഞ്ഞിയിലേക്കുള്ള റൂട്ടിലേക്ക് പഴഞ്ഞി എത്തണ്ട, അതിനു മുമ്പ് ജെറുസലേം എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ പിന്നെ റൈറ്റ് തിരിയുക. അപ്പോൾ റൈറ്റ് തിരിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ അയ്നൂര് ഒരു ഭാഗമുണ്ട്. അയ്നൂര് ഒതളല്ലൂർ ബണ്ട്. അതാരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും. നോക്കിയേ, ഈ ഒതളല്ലൂർ ബണ്ടിൻ്റെ ഭാഗമാണ് ഇത് വരുന്നത്. വട്ടക്കായിൽ നിന്നാണ് ഇത് ഈ ഇവിടെ അറിയപ്പെടുന്നത്. ഈ മേഖല ഇതിനുണ്ടോ ഇത് ഏതാണ്ട് ഒരു 100 ഏക്കറിന് മേലെ ഉണ്ടെന്ന് പറഞ്ഞു ഈ വട്ടക്കായൽ. ഇത് നികത്തി എടുത്തിട്ട് ഇത് പാടശേഖരമാക്കിയിരിക്കുന്നത്. ഇത് പാടശേഖര സമിതികളാണ് ഇവിടെ ഇതിന് കൃഷി ചെയ്യുന്നത്. നെൽകൃഷി മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു പൂ കൃഷി മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ സൗന്ദര്യം മുഴുവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലമാണ്. ഈ റോഡ് മുഴുവനും വെള്ളം കയറി കിടക്കുമായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും വെള്ളം കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ മഴ മാറിയ 2 ദിവസം കൊണ്ട് വെള്ളം ആ റോഡ് നിലയിൽ നിന്ന് താഴേക്ക് വന്നേക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഒരു വൃശ്ചിക മാസത്തിലേക്ക് ഇവിടെ വന്നു. വൃശ്ചിക മാസത്തിൽ നല്ല നിലാവുള്ള സമയത്ത് ഒരു വൈകുന്നേര സമയം നോക്കി ഇതിലൂടെ ഒന്ന് വന്നു നോക്കൂ. ഇതൊരു അസാധ്യ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഈ പാടം കണ്ട് ഇവിടുത്തെ കാറ്റ് കൊണ്ട് ഇതിലൂടെ ഒരു കുറച്ച് നേരം, അതൊരു വൈകുന്നേരമായാൽ ഏറ്റവും രസം. ഇത് കണ്ട ആ ഓലച്ചീന്തിൻ്റെയൊക്കെ ശബ്ദം കേട്ടാ കാറ്റിങ്ങനെ നമ്മുടെ മുഖത്തിങ്ങനെ തഴുകി ഒഴുകി പോകുന്നൊരു ഫീലാണിത്. എവിടെ നോക്കിയാലും പാടശേഖരം, എവിടെ നോക്കിയാലും പച്ചപ്പ്, എവിടെ നോക്കിയാലും വെള്ളം. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും വിശാലമായ രീതിയിൽ കെട്ടിടങ്ങളൊന്നുമില്ലാതെ പക്ക നമുക്ക് ഈ തെങ്ങും കവുങ്ങും എന്ന് വെച്ചിട്ട് നമ്മുടെ ആ ഗ്രാമഭംഗി ഈ 2025 നിറഞ്ഞു കാണാൻ പറ്റുന്ന ഒരിടമാണ് ഈ വട്ടക്കായൽ. ഇത് ഈ വഴി നമുക്ക് മലപ്പുറം റൂട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റും. കോഴിക്കോട് വഴിയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഈ ഒതളല്ലൂർ ബണ്ട് വഴി നമുക്ക് കയറി പോകാൻ പറ്റും. ചെറിയൊരു റോഡാണ് എങ്കിലും ഈ കാഴ്ചകളൊക്കെ കണ്ട് കാഴ്ചകളെ ഇഷ്ടപ്പെടുന്നവർക്ക്, കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനത്തെ ഗ്രാമീണ ഭംഗി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവർ ഉറപ്പായിട്ടും ഈ വഴിക്കൊക്കെ ഒന്ന് വരിക. ഇതെന്ത് മനോഹരമായൊരിടമാണെന്നറിയാവും കേട്ടോ. ഇതൊന്നും കാണാതിരിക്കരുത്. വട്ടക്കായലിന് 2 പെരിഫറലുണ്ട്. ആദ്യം കണ്ടത് നമ്മൾ ഒതളല്ലൂർ ബണ്ട് വഴിയാണ്. അതിന് കുറച്ച് താഴത്തേക്ക് മാറിക്കഴിയുമ്പോൾ ഇവിടെ ചെമ്മീൻ കെട്ട് പോലെ ഒരു സ്ഥലമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വെള്ളമടിക്കാനുള്ള ഇത് കണ്ട അതിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു.